ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷിലെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇൻ ഹാർമണി എന്ന യൂണിറ്റിലെ ഫുൾ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാഠഭാഗം നമ്മൾ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ഓക്കെ, ഒന്നാമത്തെ ആക്ടിവിറ്റി, ഐഡൻറ്റിഫൈ അപ്രോപ്രിയേറ്റ് പെയേഴ്സ് ഓഫ് വേർഡ്സ് ഫ്രം ദ ടേബിൾ. താഴെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള പെയേഴ്സിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, പീസ്, പുസ്ഡ്. അഥവാ പീസിൻ്റെ ആ സൗണ്ടിനെയാണ് നമ്മൾ പുസ്ഡ് എന്ന് പറയുക, അല്ലേ? അപ്പോൾ ഇനി ഇവിടെ ടേബിളിൽ തന്നിട്ടുള്ള വേർഡ്സ് നമുക്ക് ആദ്യം വായിക്കാം. പീസ്, സ്നേക്ക്, ക്ലോക്ക്, ബേബി, ബെൽസ്, ലീവ്സ്, ഹിസ്ഡ്, ഗിഗിൾഡ്, ജിങ്കിൾഡ്, ടിക്ഡ്, പുസ്ഡ്, റെസ്ലഡ്. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ പേയേഴ്സ് ആയിട്ട് എഴുതാം. ഓക്കെ, ഒന്നാമത്തേത് ബേബി. ബേബിയുമായിട്ടുള്ളതാണ് ഗിഗിൾഡ് എന്നുള്ളത്. ബേബി, ഗിഗിൾഡ്, സ്നേക്ക്, ഹിസ്ഡ്, ക്ലോക്ക്, ടിക്ഡ്, ലീവ്സ്, റെസ്ലഡ്, ബെൽസ്, ജിങ്കിൾഡ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ബേബി, ഗിഗിൾഡ്, സ്നേക്ക്, ഹിസ്ഡ്, ക്ലോക്ക്, ടിക്ഡ്, ലീവ്സ്, റെസ്ലഡ്, bells jingled. Okay, then second activity, the crow saw Rocky trying to climb up the tree. എന്താണ്, നമ്മുടെ ക്രോ കണ്ടു റോക്കി മരത്തിന്റെ മുകളിലേക്ക് കയറി പോകുന്നതായിട്ട് കണ്ടു. her nest was on the tree. അവളുടെ നെസ്റ്റ് എവിടെയാണ്? അവളുടെ കൂടെ എവിടെയാണ്? മരത്തിന്റെ മുകളിലാണ്, അല്ലേ? വാട്ട് വുഡ് ബി ഹെർ തോട്ട്സ്. എന്തൊക്കെയായിരിക്കും അപ്പം അവൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക? ആര്? നമ്മുടെ കാക്ക എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക? കാരണം കാക്കയുടെ കൂടെ ആ മരത്തിന്റെ മുകളിലുണ്ട്, അല്ലേ? അപ്പൊ പലതും ചിന്തിച്ചിട്ടുണ്ടാവും. ആ തോട്ട്സ് ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. നമുക്ക് എഴുതി നോക്കാം. ദ പപ്പി ഈസ് ട്രൈങ് ടു ക്ലൈംബ് ദ ട്രീ. പപ്പി എന്താണ്? മരത്തിന് മുകളിലേക്ക് കയറുകയാണ്, അല്ലേ? വിൽ ഇറ്റ് സീ മൈ നെസ്റ്റ് ഓൺ ദ ട്രീ. ആ മരത്തിന്റെ മുകളിൽ എൻ്റെ നെസ്റ്റ് കണ്ടിട്ടുണ്ടാവുമോ? മൈ ചിക്സ് ആർ അലോൺ ദർ. എൻ്റെ ചിക്സ്, എൻ്റെ കുട്ടികളൊക്കെ അവിടെ ഒറ്റക്കാണ്. വിൽ ഹി സീ മൈ ക്യൂട്ട് ചിക്സ്. അവൾ എൻ്റെ ക്യൂട്ടായിട്ടുള്ള ചിക്സിനെയൊക്കെ കണ്ടിട്ടുണ്ടാവുമോ? വിൽ ദ പപ്പി ഡു എനിത്തിങ് മൈ ചിക്സ്. എൻ്റെ ചിക്സിനെ എന്തെങ്കിലും അവൾ ചെയ്യുമോ? ഐ വാണ്ട് ടു ഗോ ദർ റൈറ്റ് നൗ. എനിക്ക് അങ്ങോട്ട് ഇപ്പം തന്നെ പോകണം. ഐ വാണ്ട് ടു സേവ് മൈ ചിക്സ് ആൻഡ് നെസ്റ്റ് ആസ് വെൽ. എന്താണ്, എനിക്ക് എൻ്റെ ചിക്സിനെയും അതുപോലെ തന്നെ എൻ്റെ നെസ്റ്റിനെയും ഒക്കെ സേവ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് പോവുകയാണ് എന്നായിരിക്കും നമ്മുടെ ക്രോ ചിന്തിച്ചിട്ടുണ്ടാവുക, അല്ലേ? ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ഒബ്സർവ് ദ പിക്ചർ, ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. താഴെ നമുക്ക് നല്ല ഒരു പിക്ചർ തന്നിട്ടുണ്ട്. കൂട്ടുകാർ നോക്കൂ, ഈ പിക്ചർ നോക്കി ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ്, എന്തൊക്കെയാണ് ഇതിൽ കാണുന്നത് എന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരാൾ മീൻ പിടിക്കുന്നുണ്ട്, ഒരു അരുവി ഇങ്ങനെ പോകുന്നുണ്ട്, ഒരാൾ ബോട്ട് തുഴഞ്ഞു പോകുന്നുണ്ട്, അതുപോലെ തന്നെ പശു വെള്ളം കുടിക്കുന്നുണ്ട്, ഒരു നായക്കുട്ടി അങ്ങോട്ട് ഓടുന്നുണ്ട്. അഥവാ മൊത്തത്തിൽ പറഞ്ഞാൽ വളരെ പ്രകൃതി രമണീയമായ ഒരു പിക്ചറാണിതല്ലേ? അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കൂടെ കുറച്ച് സെൻറ്റൻസ് ആയിട്ട് എഴുതി നോക്കാം. ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പിക്ചർ. എന്താണ്, നല്ല ഭംഗിയുള്ള പിക്ചറാണ്. വി ക്യാൻ സീ മെനി ട്രീസ് ആൻഡ് ഗ്രാസസ്. നമുക്ക് ഒരുപാട് ട്രീസും മരങ്ങളും ഗ്രാസസ്, ഒരുപാട് പുല്ലുകളൊക്കെ കാണാനുണ്ട്. ദർ ഈസ് എ ഫ്ലോയിങ് സ്ട്രീം. അവിടെ ഒരു ഒഴുകുന്ന അരുവിയുണ്ട്. എ മാൻ ഈസ് റോയിങ് എ ബോട്ട്. ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബോട്ട് തുഴയുന്നുണ്ട്. ആൻഡ് അനദർ മാൻ ഈസ് സിറ്റിംഗ് ബൈ ദ റിവർ ആൻഡ് ഫിഷിംഗ്. ഒരാൾ ആ ഒരു റിവറിൻ്റെ അടുത്തായിട്ട് ഇരുന്നിട്ട് ഫിഷിങ് ചെയ്യുന്നുണ്ട്, മീൻ പിടിക്കുന്നുണ്ട്. പിന്നെയോ കൂട്ടുകാരെ, എ കൗ ഈസ് ഡ്രിങ്കിങ് ദ സ്ട്രീം വാട്ടർ. അവിടെ കൗ എന്താ ചെയ്യുന്നത്? ഒരു പശു ആ അരുവിയിലെ വെള്ളം കുടിക്കുന്നുണ്ട്. ആൻഡ് എ പപ്പി ഈസ് റണ്ണിങ് നിയർ ദ വാട്ടർ, നിയർ ദ സ്ട്രീം. ആ സ്ട്രീമിൻ്റെ അടുത്തു കൂടെയായിട്ട് ഒരു പപ്പി ഇങ്ങനെ ഓടുന്നുണ്ട്. ഹിയർ വി ക്യാൻ സീ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. ഇവിടെ നമുക്ക് ആ പ്രകൃതിയുടെ ഭംഗിയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാർ സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 4 ആണ്. Some pictures from the story are given in a column A. Match them with the events in column B. കോളം എയിൽ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അല്ലേ? ആ ഒരു പിക്ചറിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇവൻറ്റ്സ് ഏതാണെന്ന് കോളം ബിയിൽ നിന്നും സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പിക്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏതാണ് കൂട്ടുകാരെ? ഏതായിരുന്നു? അവിടെ ഒരു നെസ്റ്റ് ആണല്ലേ?
അപ്പോൾ രണ്ടാമത്തെ സെന്റൻസ് ആണ് ദ നെസ്റ്റ് ഫെൽ ഡൗൺ എന്നുള്ളതാണ്. ഇനി ബി എന്താണ്? ഒരു ബിയിൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? റോക്കി സേവ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഏറ്റവും അവസാനം കാണുന്നതാണ് റോക്കി സേവ്ഡ് ദ മദർ ക്രോ എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തേതിൽ ഒരു ബ്രാഞ്ച് വീഴുന്നതാണ് അല്ലേ. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏതാണ്? ദ ക്രോ ഗോട്ട് കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച് എന്നുള്ളതാണ്. ഇനി ഏറ്റവും അവസാനം എന്ന് പറയുന്നത് ആ ബ്രാഞ്ച് ഒടിഞ്ഞു വീഴുന്നതാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് മൂന്നാമത്തേതാണ് ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ബ്രോക്ക് ഇൻ ദ വിൻഡ് എന്നുള്ളതാണ്. വിൻഡ് അഥവാ കാറ്റ് വന്നപ്പോൾ ആ മരത്തിൻ്റെ കൊമ്പ് ഒടിഞ്ഞു വീണു. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് കിട്ടേണ്ടത്. റൈറ്റ് ഡൗൺ ദ ഇവൻറ്റ്സ് ഇൻ യുവർ നോട്ട്ബുക്ക് ഇൻ ഓർഡർ. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇത് ഓർഡർ ആയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ ഈ ഓർഡറിൽ ABC എന്ന ഓർഡറിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി. ഇനി ആക്ടിവിറ്റി നമ്പർ 5 നോക്കൂ. ഡയലോഗ്സ് ഓഫ് സം ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ സ്പീക്കർ. നമുക്ക് താഴെ കുറച്ച് ഡയലോഗ്സ് തന്നിട്ടുണ്ട്. ഇത് ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ഫസ്റ്റ് നോക്കൂ, ആരാണ്? പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആരാ പറഞ്ഞത് കൂട്ടുകാരെ? നമ്മുടെ റോക്കിയാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അവിടെ റോക്കി എന്ന് എഴുതി കൊടുക്കുക. സെക്കൻഡ് വൺ, ലീവ് മീ ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്യൂരൽ. എന്താണ്? എന്നെ വിട്ടേക്കൂ, നിങ്ങൾ പോയിട്ട് സ്ക്യൂരലിനെ ക്യാച്ച് ചെയ്യൂ എന്നാണ് പറയുന്നത്. അതാരാ പറഞ്ഞത്? കാറ്റാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഹെൽപ്പ് മീ എന്ന് പറഞ്ഞത് ആരാണ്? ക്രോ ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേത് റോക്കി, ദെൻ കാറ്റ്, ദെൻ ക്രോ. ദെൻ നെക്സ്റ്റ് നോക്കൂ, 6th വൺ ആണ്. റീഡ് ദ റിഡിൽസ് ഗിവൺ ബിലോ, മേക്ക് സ്യൂട്ടബിൾ റിഡിൽസ് ആൻഡ് റൈറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. നിങ്ങളുടെ അടുത്ത് ഇവിടെ കുറച്ച് റിഡിൽ എന്ന് പറഞ്ഞാൽ കടങ്കഥ തന്നിട്ടുണ്ട്. അത് വായിച്ചു നോക്കുക. എന്നിട്ട് താഴെ സ്പേസ് തന്നുള്ളിടത്ത് ഇതുപോലെ കുറച്ച് റിഡിൽസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് തന്നത് വായിക്കാം. ഒന്നാമത്തെ പിക്ചർ എന്ന് പറയുന്നത് ആരാണ്? പീക്കോക്ക് ആണ് അല്ലേ. അതിന് പറ്റിയുള്ള റിഡിൽ, ഐ ഹാവ് ലോങ് ഫെദേഴ്സ്. എനിക്ക് വളരെ നീളമുള്ള ഫെദേഴ്സ് ആണ്, തൂവലുകളാണ് ഉള്ളത്. ഐ ഡാൻസ് ഇൻ ദ റെയിൻ. മഴ പെയ്യുമ്പോൾ ഞാൻ ഡാൻസ് ചെയ്യും. ഐ ആം വെരി ബ്യൂട്ടിഫുൾ. ഞാൻ നല്ല ഭംഗിയുള്ളതാണ്. ഹൂ ആം ഐ? ഞാൻ ആരാണ്? ദിസ് ഇസ് എ പീക്കോക്ക്. ദെൻ സെക്കൻഡ് വൺ നോക്കൂ, മൈ പീക്ക് ഈസ് സ്ട്രോങ്. എൻ്റെ പീക്ക് എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആണ്. ഐ പെക്ക് ഓൺ ട്രീസ്. ഞാൻ ട്രീസിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പൊത്തുകളൊക്കെ ഉണ്ടാക്കും. ഐ ഹാവ് എ ഫെദർ ക്രൗൺ. എനിക്ക് നല്ല ക്രൗൺ പോലെയുള്ള തൂവലുകളുണ്ട്. ക്രൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൗണ് പോലെയുള്ള തൂവലുകളുണ്ടെന്ന് പറഞ്ഞാൽ കിരീടം പോലെയുള്ള തൂവലുകളുണ്ട്. ഹൂ ആം ഐ? ഞാൻ ആരാണ്? വുഡ് പെക്കർ ആണല്ലേ. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് ഒന്നെന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ളത് ഡോഗാണ്, മറ്റൊന്ന് എലിഫൻ്റ് ആണ്. അപ്പോൾ ഡോഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ആദ്യം എഴുതാം. ഐ ഹാവ് 4 ലെഗ്സ് ആൻഡ് എ ടൈൽ. എനിക്ക് 4 കാലുണ്ട്, ഒരു ടൈലുമുണ്ട്. എന്താണ് ടൈല്? വാലുണ്ട് അല്ലേ. ഐ പാർക്ക് ബൗ. എന്താണ്? ഞാൻ ബൗ എന്ന് കുരക്കും. ഐ എം എ പെറ്റ് എനിമൽ. ഞാൻ എന്താണ്? ഒരു പെറ്റ് എനിമലാണ്, വളർത്തുമൃഗമാണ്. ഊ ആം ഐ? ആരാണ്? ഡോഗ്. ദെൻ നെക്സ്റ്റ് നോക്കൂ, നെക്സ്റ്റ് എലിഫൻ്റ് ആണല്ലേ. ഐ എം എ ബിഗ് എനിമൽ. ഞാനൊരു വലിയ മൃഗമാണ്. മൈ കളർ ഈസ് ബ്ലാക്ക്. എൻ്റെ കളർ ബ്ലാക്ക് ആണ്. ഐ ഹാവ് എ ലോങ് ട്രങ്ക്. എനിക്ക് വലിയ നീളമുള്ള തുമ്പിക്കൈയുണ്ട്. ഹൂ ആം ഐ? ആരാണ്? എലിഫന്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് 2 റിഡിൽ ഉണ്ടാക്കി കൊടുക്കാം. 7th ആക്ടിവിറ്റി, ഹിയർ ആർ ദ പിക്ചേഴ്സ് ഓഫ് സം എനിമൽസ് ആൻഡ് ദെയർ യങ് വൺസ്. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അത് കുറച്ച് എനിമൽസും അതിൻ്റെ യങ് വൺസുമാണ്. യങ് വൺസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുട്ടിയുമാണ്. ഐഡന്റിഫൈ ദം ആൻഡ് റൈറ്റ് ദ മിസ്സിംഗ് വേർഡ്സ് ഇൻ ദ സ്പേസ് ഗിവൺ. നിങ്ങളുടെ അടുത്ത് ഇതൊന്ന് മനസ്സിലാക്കുക. അതിനുശേഷം മിസ്സിംഗ് ആയിട്ടുള്ള വേർഡ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വൺസ് ഡൺ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി ഒരെണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, ഒന്നാമത്തേത് കൗ ആണ്. കൗവിൻ്റെ കുട്ടിയെ എന്നാണ് നമ്മൾ കാഫ് എന്ന് പറയുക. കാഫ് എന്ന് പറയും. പപ്പി തന്നിട്ടുണ്ട്. പപ്പി എന്ന് പറയുന്നത് ആരുടെ കുട്ടിയാണ്? ഡോഗ്. അപ്പോൾ അവിടെ എഴുതേണ്ടത് ഡോഗ് എന്നാണ്. നെക്സ്റ്റ് നോക്കൂ, നെക്സ്റ്റ് കാറ്റ് തന്നിട്ടുണ്ട് അല്ലേ. കാറ്റ് തന്നിട്ടുണ്ട്. കാറ്റിൻ്റെ കുട്ടിനെ പറയുന്നത് എന്താണ്? കിച്ചൺ എന്നാണ്. അപ്പോൾ കിച്ചൺ എന്ന് എഴുതി കൊടുക്കുക. ഇനി ഇവിടെ കിഡ് എന്ന് തന്നിട്ടുണ്ട്. കിഡ് എന്ന് പറയുന്നത് നമ്മൾ ഗോറ്റിൻ്റെ കുട്ടിനെയാണ്. അപ്പോൾ അവിടെ ഗോട്ട് എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് ചിക്ക് ഉണ്ട്. ചിക്ക് എന്ന് പറയുന്നത് നമ്മൾ ക്രോയുടെ കുട്ടിയാണ്. അപ്പോൾ അവിടെ ക്രോ എഴുതി കൊടുക്കുക. പിന്നെ ഔലറ്റ് ഉണ്ട്. ഔലറ്റ് എന്നുള്ളത് ഔളിൻ്റെ കുട്ടിയാണ്. അപ്പോൾ അവിടെ ഔൾ എന്നും എഴുതി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് റീഡ് എ പോം ആൻഡ് റിസൈറ്റ്. എന്താണ്? നിങ്ങളുടെ അടുത്ത് ഈ പോം ഒന്ന് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പോമിൻ്റെ പേര് ഹാപ്പിനെസ് എന്നാണ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ സന്തോഷം. എ സീഡ് ഈസ് ഹാപ്പി.
വെൻ ഇറ്റ് കംസ് എ റൂട്ട്. എന്താണ് സീഡ് എന്ന് പറഞ്ഞാൽ വിത്ത്. ഒരു വിത്ത് ഹാപ്പി ആയിരിക്കും, സന്തോഷത്തിലായിരിക്കും. എപ്പോഴാണ്? വെൻ ഇറ്റ് ബിക്കംസ് എ റൂട്ട്. അതിനൊരു റൂട്ട് വരുമ്പോൾ, അതിന് വേര് വരുമ്പോൾ. എ റൂട്ട് ഈസ് ഹാപ്പി. ഒരു റൂട്ട്, ഒരു വേര് ഹാപ്പി ആയിരിക്കും. വെൻ ഇറ്റ് ബിക്കംസ് എ ബഡ്. അതിനൊരു ബഡ് വരുമ്പോൾ, അതിനൊരു എന്താണ് പറയുക, പൂവിൻ്റെ മുട്ട് വരുമ്പോൾ. ദെൻ എ ബഡ് ഈസ് ഹാപ്പി. ഒരു ബഡ് ഹാപ്പി ആയിരിക്കും. അല്ല സോറി, ഇവിടെ ബഡ് എന്ന് പറഞ്ഞാൽ അത് മുളക്കാൻ വേണ്ടി വരില്ലേ, അതിനെയാണ് നമ്മൾ ബഡ് എന്ന് പറയാം. ദെൻ എ ബഡ് ഈസ് ഹാപ്പി. ആ ബഡ് ഹാപ്പി ആയിരിക്കും. വെൻ ഇറ്റ് ബിക്കംസ് എ സ്റ്റെം. ഒരു തണ്ടായിട്ട് മാറുമ്പോൾ. ആൻഡ് എ സ്റ്റെം ഈസ് ഹാപ്പി. ആ തണ്ട് ഹാപ്പി ആയിരിക്കും. വെൻ ഇറ്റ് ബിക്കംസ് എ ഫ്ലവർ. അതൊരു ഫ്ലവർ ആയിട്ട് മാറുമ്പോൾ, ഒരു പൂവായിട്ട് മാറുമ്പോൾ. ഓക്കെ, ഇവിടെ ആക്ടിവിറ്റി നമ്പർ 8, മേക്ക് സിമിലർ സെന്റൻസസ് യൂസിങ് ദ ക്ലൂസ് ഗിവൺ ബിലോ. താഴെ നമുക്ക് കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതേപോലെയുള്ള സെന്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എ ഫാദർ ബിക്കംസ് ഹാപ്പി. ഒരു ഫാദർ ഹാപ്പി ആയിരിക്കും. വെൻ ഹിസ് ഫാമിലി ഈസ് സേഫ്. എന്താണ്? ഫാമിലി സേഫ് ആയിട്ടിരിക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിട്ടുള്ളത് ടീച്ചർ, മദർ, ഫാദർ, ഗ്രാൻഡ് ഫാദർ, കിഡ്. ഗെറ്റ്സ് ലവ്, സ്റ്റുഡൻസ് ലേൺ വെൽ, ഗെറ്റ്സ് കെയർ, ഗെറ്റ്സ് എ ടോയ്, ഫാമിലി ഈസ് സേഫ്. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. അപ്പം ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, ആദ്യം എഴുതാം എ ടീച്ചർ അല്ലെ. എ ടീച്ചർ ബിക്കംസ് ഹാപ്പി വെൻ ഹിസ് സ്റ്റുഡൻസ് ലേൺ വെൽ. ദെൻ എ മദർ ബിക്കംസ് ഹാപ്പി വെൻ ഷി ഗെറ്റ്സ് ലവ്. എ ഗ്രാൻഡ് ഫാദർ ബിക്കംസ് ഹാപ്പി വെൻ ഹി ഗെറ്റ്സ് കെയർ. എ കിഡ് ബിക്കംസ് ഹാപ്പി വെൻ ഷീ ഓർ ഹി ഗെറ്റ്സ് ടോയ്. അല്ലേ, ഒരു കുട്ടിക്ക്, ഒരു ടീച്ചർ ഹാപ്പി ആവുന്നത് എപ്പോഴാണ്? ഈ കുട്ടികളെല്ലാവരും നന്നായിട്ട് പഠിക്കുമ്പോൾ. ഒരു മദർ ഹാപ്പി ആവുന്നത് അവൾക്ക് സ്നേഹം കിട്ടുമ്പോൾ. ഒരു ഗ്രാൻഡ് ഫാദർ ഹാപ്പി ആവുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള കെയർ കിട്ടുമ്പോൾ. ഒരു കുട്ടി ഹാപ്പി ആവുന്നത് അവർക്ക് എന്താണ്, ഒരു ടോയ് കിട്ടുമ്പോഴാണ്. അല്ലേ, അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. നെക്സ്റ്റ് നോക്കൂ, 9th ആക്ടിവിറ്റി ആണ്. ഹിയർ ഈസ് എ ഷോർട്ട് പോം അബൌട്ട് എ പാരറ്റ്. റീഡ് ഇറ്റ്. ഇവിടെ ഒരു ഷോർട്ട് പോം തന്നിട്ടുണ്ട് പാരറ്റിനെ കുറിച്ചിട്ട്. അത് വായിക്കാൻ പറയുന്നുണ്ട്. ഗ്രീൻ പാരറ്റ്, അതാണ് ഹെഡിങ്. പച്ച തത്ത. ഗ്രീൻ പാരറ്റ് ഹൗ ഡു യു ക്രൈ. എന്താണ്? ഗ്രീൻ പാരറ്റ് നീ എങ്ങനെയാണ് കരയുന്നത്? ക്രീച്ച് സ്ക്രീച്ച് ക്രീച്ച് ഗോസ് മൈ ക്രൈ. എന്താണ്? ഞാൻ കരയുമ്പോൾ എന്താണ് വരുന്നത്? സ്ക്രീച്ച് 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 എന്നുള്ള സൗണ്ടാണ് വരുന്നത്. ഓക്കെ, നൗ റൈറ്റ് 4 lines about a crow, give a little title to. എന്താണ്? നിങ്ങളുടെ അടുത്ത് ഇവിടെ ക്രോന് പറ്റിയിട്ടുള്ള ഒരു 4 lines എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ടൈറ്റിലും കൊടുക്കണം. എന്തെഴുതാം നമുക്ക്? ബ്ലാക്ക് ക്രോ എന്ന് എഴുതാം അല്ലേ. ബ്ലാക്ക് ക്രോ ഹൗ ഡു യു ക്രൈ. ക്രോ ഗോസ് മൈ ക്രൈ. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് എ സ്റ്റാൻസ അബൌട്ട് എ കാറ്റ്, ഗിവ് എ ടൈറ്റിൽ ടു. അപ്പോൾ നമുക്ക് ആദ്യം കാറ്റിനെ കുറിച്ചിട്ട് എഴുതണം അല്ലേ. ടൈറ്റിലായിട്ട് നമുക്ക് വൈറ്റ് കാറ്റ് എന്ന് കൊടുക്കാം. വൈറ്റ് കാറ്റ് ഹൗ ഡു യു ക്രൈ. മിയോ ഗോസ് മൈ ക്രൈ. ഓക്കെ, നെക്സ്റ്റ് 10th ആക്ടിവിറ്റി ആണ്. ഒബ്സർവ് ദ ബേർഡ്സ് അറൌണ്ട് യു ആൻഡ് പ്രിപ്പയർ എ ബേർഡ് വാച്ചിങ് ഡയറി ഇൻ യുവർ നോട്ട്ബുക്ക്. നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ചുറ്റുമുള്ള ബേർഡ്സിനെ ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. എന്നിട്ട് ബേർഡ്സിനെ വാച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഡയറി എഴുതണം നിങ്ങളുടെ നോട്ട്ബുക്കിൽ. ഇവിടെ താഴെ തന്നിട്ടുണ്ട് മൈ ബേർഡ് വാച്ചിങ് ഡയറി എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ കോളം വരച്ചിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. എഴുതേണ്ട കാര്യങ്ങൾ ഡേറ്റ് ആൻഡ് ടൈം, എപ്പോഴാണ് നിങ്ങൾ വാച്ച് ചെയ്തത്, നെയിം ഓഫ് ദ ബേർഡ്, ബേർഡിൻ്റെ പേരെന്താണ്, കളർ അല്ലെങ്കിൽ അതിന് കുറേ കളേഴ്സ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക, അതിൻ്റെ സൈസ് ബിഗ് ആണോ മീഡിയം ആണോ സ്മോൾ ആണോ അത് എഴുതുക. പിന്നെ ദെൻ ആക്ഷൻസ്, ഫ്ലൈയിങ് ആണോ സിംഗിങ് ആണോ ഡൈവിങ് ആണോ ഈറ്റിംഗ് ആണോ നെസ്റ്റിംഗ് ആണോ എന്താണോ അത് ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും എഴുതുക. വേർഡ് ഡിഡ് യു സീ, നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കണ്ടത് എന്ന് എഴുതണം. ഓൺ ദ ട്രീ ആണോ, ഓൺ ദ ഗ്രൗണ്ട് ആണോ, ഇൻ ദ പോണ്ട് ആണോ, ബിസൈഡ് മൈ ഹോം ആണോ, എന്താണെങ്കിൽ നിങ്ങൾ അതവിടെ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു ടേബിൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരയ്ക്കുക എന്നിട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് റീഡ് ആൻഡ് റിജോയ്. ഹൂ ഈസ് സ്ട്രോങ്ങർ. ഇവിടെ സ്റ്റോറിയാണ് തന്നിട്ടുള്ളത്, നമുക്കത് വായിച്ചു നോക്കാം. ആരാണ് സ്ട്രോങ് ആയിട്ടുള്ളത്? വൺ ഡേ ദ സൺ ആൻഡ് ദ വിൻഡ് വേർ ആർഗ്യൂയിങ് അബൌട്ട് ദെയർ സ്ട്രെങ്ത്. ഒരു ദിവസം സണ്ണും സൂര്യനും അതുപോലെ തന്നെ വിൻഡ് കാറ്റും തമ്മിൽ പരസ്പരം ആർഗ്യൂ ചെയ്യാണ്. ആരാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളത് എന്നതാണ് വിഷയം. അപ്പോൾ വിൻഡ് പറയാണ് ലുക്ക് ഐ ആം സ്ട്രോങ്, ഐ ക്യാൻ ബ്ലോ എവേ എനിത്തിങ്. എന്താണ്? ഞാനാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളത്, എനിക്ക് എവിടെയും ബ്ലോ ആകുവാൻ വേണ്ടി സാധിക്കും, എവിടെയും പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ സൂര്യൻ എന്താ പറയുന്നത്? നോ, അല്ല, നീയല്ല,
ഐ എം സ്ട്രോങ്ങർ ദാൻ യു, ഞാനാണ് നിന്നേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ളത്. ഐ ക്യാൻ മേക്ക് എവറിത്തിങ് വാം, എനിക്കെല്ലാം എന്താണ് വളരെ ചൂടാക്കാൻ വാമാക്കാൻ വേണ്ടി കഴിയും. ദേ സോ എ മാൻ വാക്കിംഗ്, അപ്പോഴാണ് അവർ ഒരാൾ നടന്നു പോകുന്നതായിട്ട് കണ്ടത്. ഐ ക്യാൻ ബ്ലോ എവേ ഹിസ് ഷർട്ട്, എന്താണ് എനിക്ക് അവിടെ ഒരു തണുത്ത കാറ്റ് പോലെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് പറയാണ്. ദെൻ ദ വിൻഡ് സ്റ്റാർട്ട് ടു ബ്ലോ, അങ്ങനെ എന്ത് ചെയ്ത് വിൻഡ് അവിടെ ഇങ്ങനെ ബ്ലോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ദ വിൻഡ് ട്രൈ ടു ടേക്ക് എവേ ദ മാൻ ഷർട്ട് ബട്ട് ഹി ഹെൽഡ് ഓൺ ഇറ്റ്. എന്താണ് അങ്ങനെ ആ വിൻഡ് അവിടെ ചെന്നിട്ട് ഒരു ബ്ലോ ഉണ്ടാക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? ആള് പറയാണ് ഹൗ കോൾഡ് ഇറ്റ് ഈസ്, എന്ത് തണുപ്പാണെന്ന് പറയാണ് അല്ലേ. ദെൻ നൗ ഇറ്റ്സ് മൈ ടേൺ, അപ്പോൾ സൂര്യൻ പറയാണ് ഇനി നീ അവിടെ നിൽക്ക്, ഇനി എൻ്റെ ടേൺ ആണെന്ന് പറയാണ്. ദ സൺ സ്റ്റാർട്ടഡ് ബ്ലേസിങ്, ദ മാൻ ടുക്ക് ഓഫ് ഹിസ് ഷർട്ട്, എന്താണ് അപ്പോൾ നമ്മുടെ സണ്ണ് വന്നിട്ട് അവിടെ ഒന്ന് ബ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വാട്ട് ഈസ് സ്ട്രേഞ്ച് ഡേ, ഇറ്റ് വാസ് കോൾഡ് ഏർലിയർ നൗ ഇറ്റ്സ് ഹോട്ട്. അപ്പം എന്താണ് അയാൾ പറയുന്നത്? ഇന്ന് എന്തൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ദിവസമാണ്, ഇതുവരെ നല്ല തണുപ്പായിരുന്നു, ഇപ്പം എന്താണ് നല്ല ചൂടായി എന്ന് പറയാനുണ്ട്. അയാളുടെ ഷർട്ടൊക്കെ ഊരി മാറ്റുകയാണ്. ഐ എഗ്രി യു ആർ സ്ട്രോങ്ങർ ദാൻ മീ, അപ്പോൾ നമ്മുടെ വിൻഡ് പറയാണ് ഇപ്പം എനിക്ക് മനസ്സിലായി, എന്നേക്കാൾ നീയാണ് സ്ട്രോങ് ആണെന്ന് മനസ്സിലായി. യു ആർ ടു ഇൻ യുവർ ഓൺ വേ, പക്ഷേ അപ്പോൾ സൂര്യൻ പറയാണ് നിന്റെ വേല് നീയും സ്ട്രോങ് ആണ്. ദേ ലീവ്ഡ് ഇൻ ഹാർമണി ദർ ആഫ്റ്റർ, അങ്ങനെ അവർ രണ്ടുപേരും വളരെ ഐക്യത്തോടു കൂടിയിട്ട് പിന്നീട് ജീവിക്കുകയാണ് അല്ലേ. അപ്പോൾ രണ്ടുപേർക്കും ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ സ്ട്രോങ് ആണ്. ഒരാൾ മറ്റൊരാളെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ആരാണ് സ്ട്രോങ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട മോറൽ. ദെൻ 11th ആക്ടിവിറ്റി, ഇവിടെ ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്. ഹു വോക്ക് അപ്പ് റോക്കി, എന്താണ് ആരാണ് റോക്കിയെ എണീപ്പിച്ചത്. ദെൻ വാട്ട് ഡിഡ് റോക്കി സീ, എന്താണ് റോക്കി കണ്ടത്. വാട്ട് ഡിഡ് ദ ക്രോ ഡു, എന്താണ് ക്രോ ചെയ്തത്. വാട്ട് ഡിഡ് റോക്കി ഡു ദെൻ, എന്നിട്ട് പിന്നെ റോക്കി എന്താ ചെയ്തത്. ഹു സ്നാച്ച്ഡ് ദ ബോൺ ഫ്രം റോക്കി, ആരാണ് റോക്കിയിൽ നിന്നും ആ ഒരു ബോൺ എടുത്തത്. ദെൻ വാട്ട് ഹാപ്പൻ ടു ദ ക്രോസ് നെസ്റ്റ് ഓൺ ദ റെയിൻ ഡേ, ഒരു റെയിനി ഡേ വന്നപ്പോൾ എന്താണ് നമ്മുടെ ക്രോസിന്റെ നെസ്റ്റിന് ഉണ്ടായത്. വാട്ട് ഹാപ്പൻ ടു ദ മദർ ക്രോ, എന്താണ് മദർ ക്രോക്ക് ഉണ്ടായത്. ഹൂ സേവ്ഡ് ദ മദർ ക്രോ, ആരാണ് മദർ ക്രോനെ സേവ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ട്. നെറേറ്റ് ദ സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്, യു മേ ഡ്രോ പിക്ചേഴ്സ് ആസ് വെൽ. അപ്പോൾ നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരമായിട്ടാണ് നിങ്ങളിവിടെ ഒരു സ്റ്റോറി എഴുതേണ്ടത്. നിങ്ങളുടേതായ വേർഡ്സിൽ എഴുതണം. അതിന് പറ്റുന്ന രീതിയിലുള്ള പിക്ചേഴ്സും കൂടെ വരച്ചു കൊടുക്കണം. അപ്പോൾ സ്റ്റോറി ഒന്ന് പറഞ്ഞു തരാം, ഇതന്നെ നിങ്ങൾ എഴുതരുത്, നിങ്ങളുടേതായ രീതിയിൽ എഴുതി നോക്കണം കേട്ടോ. വൺ ഡേ റോക്കി വാസ് സ്ലീപ്പിംഗ് അണ്ടർ എ ട്രീ, ഒരു ദിവസം റോക്കി ഒരു മരത്തിന് താഴെയായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുമായിരുന്നു. എ കപ്പിൾ ഓഫ് പീസ് വേർ ഫ്ലൂ അറൌണ്ട് ദ റോക്കി, അപ്പോൾ റോക്കിയുടെ ചുറ്റും കുറച്ച് പീസ് വന്നിട്ട് ഇങ്ങനെ ഫ്ലൂ ചെയ്യുകയാണ്, ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. എ കപ്പിൾ ഓഫ് എന്ന് പറഞ്ഞാൽ ഫ്യൂ അല്ലെങ്കിൽ സം ഓഫ് ദം എന്നുള്ള മീനിങ്ങിലാണ്. ഓക്കെ. ദെൻ എ ക്രോ ഫ്ലൂ അറൌണ്ട് ദ പീസ് ആൻഡ് റോക്കി വോക്കപ്പ്, അപ്പം എന്താണ് ഒരു കാക്കയും വന്നിട്ട് നമ്മുടെ റോക്കിയുടെ ചുറ്റും ഇങ്ങനെ പീസിന്റെ ഒപ്പം പറന്നുകൊണ്ടിരുന്നു. റോക്കി സോ എ കാറ്റ്, അപ്പം എന്ത് ചെയ്തു, റോക്കി എഴുന്നേറ്റു. റോക്കി സോ എ കാറ്റ് ചേസിങ് എ സ്ക്യൂരൽ, അപ്പം റോക്കി നോക്കുമ്പോഴാണ് ഒരു കാറ്റ് ഒരു സ്ക്യൂരലിനെ ഇങ്ങനെ ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എ ക്രോ ഈസ് വാച്ചിങ് ഓൾ ഓഫ് ദിസ്, ആ സമയത്ത് ഒരു ക്രോ ഇതെല്ലാം ഇരുന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഷീ സ്റ്റാർട്ടഡ് സർക്കിളിങ് അറൌണ്ട് റോക്കി, ആ സമയത്ത് എന്ത് ചെയ്തു, അവൾ വന്നിട്ട് നേരെ നമ്മുടെ റോക്കിയുടെ ചുറ്റും ഇങ്ങനെ സർക്കിളായിട്ട് ഇങ്ങനെ റൗണ്ട് അടിക്കാൻ തുടങ്ങി. റോക്കി സ്റ്റൂഡ് അപ്പ് ഓൺ ഹിസ് ലെഗ്, അങ്ങനെ റോക്കി തൻ്റെ കാലെടുത്തിട്ടൊന്ന് കുടഞ്ഞു. ലേറ്റർ റോക്കി ഗോട്ട് എ ബോൺ, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ റോക്കിക്ക് ഒരു ബോൺ കിട്ടി, ഒരു എല്ല് കിട്ടി. ദ ക്രോ സ്നാച്ച്ഡ് ദ ബോൺ ഫ്രം റോക്കി, ആ സമയത്ത് ക്രോ എന്ത് ചെയ്തു, റോക്കിയുടെ കയ്യിൽ നിന്നും ഇത് തട്ടിപ്പറിക്കാൻ നോക്കി. സഡൻലി ഇറ്റ് ബിഗൻ ടു റെയിൻ, അപ്പോൾ ആ സമയത്താണ് മഴ തുടങ്ങിയത്. ദ ബ്രാഞ്ച് ഓഫ് ട്രീസ് ബ്രോക്കൺ ആൻഡ് ക്രോസ് നെസ്റ്റ് ഫെൽ ഡൗൺ, അങ്ങനെ മഴ പെയ്തപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ മരത്തിന്റെ ഒരു കൊമ്പ് ഒടിഞ്ഞ് താഴെ വീഴുകയും നമ്മുടെ കാക്കയുടെ കൂട് താഴെ വീണുകയും ചെയ്തു. ദ മദർ ക്രോ കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച്, ആ ഒരു പൊട്ടി വീണ മരത്തിന് താഴെ നമ്മുടെ ആര് പെട്ടു, മദർ ക്രോ, അമ്മ കാക്ക പെട്ടു. റോക്കി സേവ്ഡ് ദ മദർ ക്രോ, അങ്ങനെ എന്ത് ചെയ്തു, റോക്കി ആ അമ്മ കാക്കയെ രക്ഷിക്കുകയും ചെയ്തു. ഇതാണ് നമ്മുടെ സ്റ്റോറി. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കാം. ആക്ടിവിറ്റി നമ്പർ 12 ആണ്.
ഒബ്സർവ് ദ പിക്ചേഴ്സ്, റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. മൈ ക്രിയേറ്റീവ് സ്പേസ് എന്നൊരു സ്പേസ് താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഈ ഒരു പിക്ചേഴ്സ് നോക്കിയിട്ട് ഒരു സ്റ്റോറി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ റാബിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഫ്രണ്ട്സും റാബിറ്റിനെയും കാണുന്നുണ്ട്. പിന്നെ എന്താണ്, കുറച്ച് കുഴിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ക്രോ വിത്തൊക്കെ വിതക്കുന്നു. അതുപോലെ തന്നെ എനിമൽസ് ഒരാൾ കൊടുന്ന് വെള്ളം ഒഴിക്കുന്നു, ഒരാൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അല്ലേ. കുറേ സാപ്ലിങ്സ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ സാപ്ലിങ്സ് വലുതായി, പിന്നെന്താണ് കുറേ ഫ്ലവേഴ്സും മറ്റൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു സ്റ്റോറിയാണ് മൈ ക്രിയേറ്റീവ് സ്പേസ് എന്നുള്ള ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സ്റ്റോറിക്ക് ഒരു പേര് കൊടുക്കാം. ദ ഡ്രീം ഓഫ് എ റാബിറ്റ്, ഒരു റാബിറ്റിൻ്റെ സ്വപ്നം. One day a rabbit saw a dream of making a beautiful garden. ഒരു ദിവസം റാബിറ്റ് ഒരു സ്വപ്നം കണ്ടു, നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ ഉണ്ടാക്കുന്നതായിട്ട്. He shared his dream with his friends. അങ്ങനെ എന്ത് ചെയ്തു, അവൻ്റെ ആ ഒരു സ്വപ്നം അവൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തു. They agreed to help him. അപ്പോൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, ഓക്കെ നീ സ്റ്റാർട്ട് ചെയ്യും, ഞങ്ങൾ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് ചെയ്യുകയാണ് ചെയ്യുന്നത്. The rat dig pots. അങ്ങനെ റാറ്റ് എന്ത് ചെയ്തു, റാറ്റ് വന്നിട്ട് ചെറിയ ചെറിയ കുഴികളൊക്കെ എടുത്തു. The crow saw the seeds. അങ്ങനെ ക്രോ വന്നിട്ട് കുറച്ച് സീഡ്സ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. The elephant watered the ground. അങ്ങനെ എലിഫന്റ് ആ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. The cow gave manure. അങ്ങനെ കൗ വന്നിട്ട് നമ്മുടെ പശു വന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള വളങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ആഫ്റ്റർ സം ഡേയ്സ് സ്മോൾ സാപ്ലിങ്സ് ഗ്രൂ അപ്പ് ഇൻ ടു ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, സാപ്ലിങ്സ് ആയിട്ട് വന്നു, അത് പിന്നെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ട് മാറി. ആൻഡ് ട്രീസ് ഫിൽഡ് വിത്ത് ഫ്ലവേഴ്സ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ട്രീസൊക്കെ എന്താണ്, ഫുള്ള് ഫ്ലവേഴ്സ് കൊണ്ട് ഫിൽ ചെയ്തു. ദിസ് ദ റാബിറ്റ്സ് ഡ്രീം കെയിം ട്രൂ. ഇതായിരുന്നു റാബിറ്റിൻ്റെ ആ ഒരു ഡ്രീം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റോറി എഴുതാം, അല്ലെങ്കിൽ നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് മാറ്റി എഴുതുകയും ചെയ്യാം. ഓക്കെ, ദ നെക്സ്റ്റ് ആക്ടിവിറ്റി ആക്ടിവിറ്റി നമ്പർ 13 ആണ്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ദ ലിസ്റ്റ് ഓഫ് എനിമൽസ് ഗിവൺ ബിലോ. നമുക്ക് താഴെ കുറച്ച് എനിമൽസിൻ്റെ നെയിംസ് തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഈ പിക്ചർ നോക്കുക. റൈറ്റ് ദ കറസ്പോണ്ടിങ് നമ്പേഴ്സ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഇവിടെ സ്പേസ് തന്നിട്ടുണ്ട്, അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് ഓരോന്നും എഴുതി കൊടുക്കാനാണ്. എങ്ങനെയാണ് എഴുതേണ്ടത്? ലിസ്റ്റ് ദ എനിമൽസ് ഇൻ ദ ആൽഫബറ്റിക്കൽ ഓർഡർ ഇൻ യുവർ നോട്ട്ബുക്ക്. നിങ്ങൾ നോട്ട്ബുക്കിൽ ഇവിടെ തന്നിട്ടുള്ള എനിമൽസിൻ്റെ നെയിം ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ എനിമൽസിൻ്റെ പേര് തന്നിട്ടുണ്ട്, ബാക്കി ഈ പേജിലും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് അലിഗേറ്റർ, ദെൻ വരുന്നത് ബിയർ, ചിമ്പാൻസി, ഡിയർ, എലിഫന്റ്, ഫോക്സ്, ജിറാഫ്, ഹിപ്പോപ്പൊട്ടാമസ്, ലിഗ്വാന, ജാഗ്വർ, കംഗാരു, ലയൺ, മീർഗറ്റ്, നിൽഗായ്, ഓറാങ്കുട്ടൻ, പോർക്യുപൈൻ, ക്വാക്ക, റാബിറ്റ്, സ്ക്വിറൽ, ടൈഗർ, ഓറിയൽ, വോൾ, വാർത്തോക്ക്, ദെൻ സ്പെന്യുവർ. ഇത്രയുമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇത് കറക്റ്റ് നമ്പർ അവിടെ ഇട്ട് കൊടുത്താലും മതി. അതുപോലെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എടുത്ത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുകയും വേണം. ലാസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിജിറ്റ് ടാസ്ക് ആണ്, വീഡിയോ ക്ലിപ്പാണ്. ഡു യു ഹാവ് എ പെറ്റ്? നിങ്ങളുടെ അടുത്ത് പെറ്റ് ഉണ്ടോ? ട്രൈ ടു വീഡിയോ റെക്കോർഡ് ദ ആക്ഷൻ ആൻഡ് മൂവ്മെൻറ്റ്സ് ഓഫ് യുവർ പെറ്റ് വിത്ത് ഓഡിയോ കമൻട്രി ആൻഡ് സെൻഡ് ടു യുവർ ടീച്ചർ. നിങ്ങൾക്ക് പെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആക്ഷൻസും മൂവ്മെൻറ്റ്സും ഒക്കെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളതിന് കമൻസോ അല്ലെങ്കിൽ എന്ത് കൊടുക്കണം, എന്തെങ്കിലും ഓഡിയോയോ ഒക്കെ കൊടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കാം. നെക്സ്റ്റ് ഒരു ഓഡിയോ ഡയറിയാണ്. റെക്കോർഡ് ആൻഡ് ഓഡിയോ ക്ലിപ്പ് നെറേറ്റിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഇവൻറ്റ്സ് സച്ച് ആസ് ദ കലോത്സവം, സ്പോർട്സ് മീറ്റ് എക്സെട്ര വിത്ത് ഹെൽഡ് ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൽ നടന്നിട്ടുള്ള കലോത്സവത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സ്പോർട്സ് മീറ്റിനെ കുറിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു ഓഡിയോ എടുത്തിട്ട് അതിൻ്റെ നെറേഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണോ നടക്കുന്നത് അത് നിങ്ങൾ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതുവരെയുള്ളത് എല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.